ഹായ് എവരി വൺ, വെൽക്കം ടു KS റാങ്കർ. ഇനി വരുന്ന 2027 PSCയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് LSGS എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എക്സാമാണ് LSGS, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി. പ്രധാനമായിട്ടും പഞ്ചായത്ത് സെക്രട്ടറി മുതൽ മുനിസിപ്പൽ സെക്രട്ടറി വരെയുള്ള പോസ്റ്റുകളാണ് ഈ ഒരു തസ്തികകളിൽ അല്ലെങ്കിൽ ഈ ഒരു വിജ്ഞാപനത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ KS റാങ്കറിൽ ആരംഭിക്കുന്ന ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാച്ചിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ളൊരു ധാരണ ലഭിക്കുന്നതിന് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ LSGSൻ്റെ എക്സാം പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേജുകൾ വരുന്നുണ്ട്. കാരണം ഇതൊരു ഗസറ്റഡ് റാങ്കിലേക്ക് വരുന്ന പോസ്റ്റാണ്, ഒരു ഗസറ്റഡ് പോസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കൃത്യമായിട്ട് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്ന് പറയുന്ന 3 സ്റ്റേജുകൾ വരുന്നുണ്ട്. ഇനി LSGS എക്സാമിനേഷൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വാക്കൻസി എന്ന് പറയുന്നത് ഒരു 150 അറൗണ്ട്. അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ലിസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200-ലധികം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 200-ലധികം വാക്കൻസികൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ലിസ്റ്റിൻ്റെ കാലാവധി ഇനി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 250ഓളം റിക്രൂട്ട്മെൻറ്റുകൾ കഴിഞ്ഞ വാക്കൻസിയിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. എന്നാൽ ഇനി വരുന്നതിൽ നമ്മളൊരു 180, മാക്സിമം ഒരു 200 എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അത്രത്തോളം മാത്രമായിരിക്കും ഒരു വാക്കൻസി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് LSGS വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് കരിയർ എന്ന് പറയുന്നത് LSGS ആയിട്ട് വരുന്ന ഒരാളെന്ന് പറയുന്നത് ഏകദേശം 51,000ഓളം രൂപ ബേസിക് ആയിട്ടുള്ള സാലറി ആയിട്ട് വരുന്നുണ്ട്. ഇൻഹാൻസ് സാലറി അല്ല ഞാൻ പറയുന്നത്, ഗ്രോസ് സാലറി അല്ല, ബേസിക് ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് തന്നെ ഏകദേശം 51,000ഓളം രൂപ വരുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റ് റാങ്കാണ് വരുന്നത്. ഇനി ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 3 കോഴ്സുകളാണ് വരുന്നത്. ഓക്കെ, ഒന്ന് LSGSൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്, റെഗുലർ ബാച്ച് വരുന്നുണ്ട്. ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു LSGSനെ സംബന്ധിച്ചിട്ട് 3 സ്റ്റേജ് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻസിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ പോലെ അല്ലെങ്കിൽ LSGSൻ്റെ മുൻകഴിഞ്ഞ എക്സാമിനേഷൻ പോലെ അവിടെ 2 പേപ്പർ വരുന്നുണ്ട്. പേപ്പർ 1, പേപ്പർ 2 വരുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പർ 1 വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിൻസിൻ്റെ പേപ്പർ 1 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എന്നാൽ ഈ 2 പേപ്പർ 2 എന്ന് പറയുന്ന സമയത്ത് കുറേ കൂടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നതാണ്. അപ്പോൾ ഈ 2 പേപ്പറിലായിട്ട് നമ്മൾ സാധാരണ ഡിഗ്രിയിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചില സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. റൂറൽ ഡെവലപ്മെൻറ്റുകൾ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം തറവായിട്ട് കവർ ചെയ്യുന്ന, അതായത് നോർമൽ നമ്മുടെ കോമൺ PSCയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ മാത്രം കവർ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് എന്ന് പറയുന്നത്. ഇനി മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ സ്റ്റേജുകൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് മെൻറ്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത്. ഇനി മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ക്ലാസ്സുകൾക്കും നോട്ടുകൾക്കും ടെസ്റ്റുകൾക്കും എല്ലാം പുറമെ റിവിഷൻ ബാച്ച്, ഇപ്പോൾ നമ്മൾ ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള റിവിഷൻ ബാച്ചുകൾ, PYQ ഡിസ്കഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ കവർ ചെയ്ത് വരുന്നതാണ് മെൻറ്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത്. ദെൻ റെഗുലർ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഈ പറയുന്ന റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ PYQ കോഴ്സും ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നത് തന്നെയാണ് റെഗുലർ ബാച്ച്. അപ്പോൾ ഓരോ ബാച്ചിൻ്റെയും ഇപ്പോഴത്തെ ഫീ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇപ്പോഴത്തെ ഫീ ആണ്. നമ്മൾ ആദ്യത്തെ ഒരു 100 സ്റ്റുഡൻസിനാണ് ഈ ഒരു ഫീ റേഞ്ച് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫീ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു LSGS കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അടുത്തത് സ്മാർട്ട് സ്റ്റഡി നോട്ട്സ് ആണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടുകളെല്ലാം കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ മൊഡ്യൂൾ വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ആയിട്ടും ടെസ്റ്റ് സീരീസുകൾ ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് 200-ലധികം ടെസ്റ്റ് സീരീസുകൾ നമ്മൾ ഈ ഒരു എൻറ്റയർ കോഴ്സിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന എല്ലാ ബാച്ചിൻ്റെയും, ഇപ്പോൾ മെൻറ്റർഷിപ്പ് ബാച്ച് ആയാലും റെഗുലർ ബാച്ച് ആയി കഴിഞ്ഞാലും സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ആയാലും ഈ എല്ലാ ബാച്ചിൻ്റെയും കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് 2 വർഷമാണ്. ഓക്കെ, 2 വർഷത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ
ടെസ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അവിടെ മൊഡ്യൂൾ വൈസ് ആയിട്ടും ഫുൾ ലെങ്ത് ആയിട്ടും ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ ടെസ്റ്റ് സീരീസിലേക്ക് വരുന്ന സമയത്ത് ബുക്ക്ലെറ്റ് ആയിട്ടും അതുപോലെ തന്നെ ആപ്പായിട്ടും നിങ്ങൾക്ക് ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ രണ്ടും ഡിഫറൻസ് പറയാം. അപ്പോൾ ആപ്പിലേക്ക് നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് സാധാരണ ഓൺലൈൻ ടെസ്റ്റ് എടുക്കുന്ന പോലെയായിരിക്കും. നിങ്ങൾക്ക് അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AI ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സ്ട്രോങ് വീക്ക് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റൈറ്റ് റോങ് അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി അതല്ല, ചില ആൾക്കാർ PSC എക്സാം പോലെ തന്നെ OMR ബബിൾ ചെയ്തുകൊണ്ട് ടെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും, OMR ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആൻസർ കീ വേണം, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ബുക്ക്ലെറ്റ് മെത്തേഡ് വരുന്നത്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, PDF ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ സെയിം ടെസ്റ്റ് തന്നെ ആപ്പിലെടുക്കുന്ന അതേ ടെസ്റ്റ് നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് ഫോർമാറ്റിലേക്ക് എടുത്ത് നോക്കാം. അങ്ങനെ ബുക്ക്ലെറ്റ് ഫോർമാറ്റിൽ എടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പിലെടുത്ത് നോക്കാം. ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബുക്ക്ലെറ്റ് ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള OMRും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് എന്തുകൊണ്ട് കറക്റ്റായിട്ട് വരുന്നു, റോങ് ആയിട്ട് വരുന്നു, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ആൻസർ കീയും നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് വരുന്നത്. ഇനി അതുപോലെ തന്നെ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് അല്ലെങ്കിൽ മാത്സ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്സ് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, മാത്സ് വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ബുക്ക് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ കൃത്യമായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സിമ്പിൾ അരിത്തമെറ്റിക് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്കുള്ള വർക്ക് ബുക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്കിന് വേണ്ടിയിട്ടുള്ള വർക്ക് ബുക്ക്, ഇത് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം മാത്സിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറകോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇംഗ്ലീഷും മലയാളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച് മുന്നോട്ടേക്ക് എത്താൻ പറ്റും. മാത്സ് സിമ്പിൾ അരിത്തമെറ്റിക്കിൻ്റെ കേസിലാണ് പല ആൾക്കാർക്കും സ്കില്ല് വേണമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഒരു 10 മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 4-5 മാർക്കിലേക്കൊക്കെ കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് ഒരു 8-9 മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ബുക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം PSCയിൽ തന്നെ ആദ്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാത്സിൽ നമുക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വർക്ക് ബുക്ക് നമ്മൾ LSGS കോഴ്സിലൂടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്ത് വരുന്ന രൂപത്തിലേക്കാണ് LSGSൻ്റെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്, ഈ പറയുന്ന കോഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് October 20-നായിരിക്കും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഡിഗ്രി മെയിൻസിൻ്റെ ഒക്കെ ബാച്ച് വരുന്നുണ്ട്. October 14 യൂണിവേഴ്സിറ്റിയുടെ മെയിൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും LSGSൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് നോട്ടുകൾ നമ്മൾ ബാച്ചിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ നോട്ടുകൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സെൽഫായിട്ട് പഠിച്ചു തുടങ്ങാം. അതുകൂടാതെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഓൾറെഡി കോഴ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളുടെ ബേസിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. പക്ഷേ നിങ്ങളുടെ കോഴ്സുകൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വരുന്നത് October 20 ആയിരിക്കും. അത് മുതൽ നമ്മൾ ഫസ്റ്റ് മുതൽ ഓൾറെഡി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളും നോട്ടുകളും ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ ഇതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ പേപ്പർ 1-ൻ്റെ, അതായത് പ്രിലിംസിൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസിൻ്റെ പേപ്പർ 1-ൻ്റെയും സബ്ജക്റ്റുകളാണ് ഇതുപോലെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പേപ്പർ 2 നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതുവരെ റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്ലാസ് ഈ പറയുന്ന October 20-ന് കോഴ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടുകൾ, ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള LSGSൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് October 20-ന് മുൻപ് തന്നെ കംപ്ലീറ്റ് നോട്ടുകളും നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ടെസ്റ്റ് സീരീസ് ബുക്ക്ലെറ്റ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ആ റിസോഴ്സസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 100% അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ടായിരിക്കും. നോട്ട്സ് പ്ലസ് ടെസ്റ്റ് സീരീസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. 100% ഗ്യാരണ്ടീഡ് ആയിട്ട് അതിൽ നിന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സിലബസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അത്രത്തോളം തറവായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി നോട്ട് വരുന്നത്. 100% സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിലേക്കാണ്. അതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടു പോവുക അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ത്രൂ ഔട്ട് ദ സിലബസ് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രധാനമായിട്ട് വരുന്ന ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, ഇപ്പോൾ സയൻസൊക്കെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ LSGS കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്.
ഇനി കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് KS റാങ്കറിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആപ്പ് വഴി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല നിങ്ങൾ iOS ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 8281694495 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. അതായത് iOSൻ്റെ ലിങ്ക് വേണം അല്ലെങ്കിൽ iOSൽ എങ്ങനെ ആപ്പ് ആക്സസ് ചെയ്യാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് iOS ലിങ്ക് എന്നുള്ള രൂപത്തിലേക്ക് 8281694495 എന്ന് പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മുടെ ആപ്പ് iOSലും അവൈലബിൾ ആണ്. അത് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോഴ്സിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ആപ്പിലേക്ക് അല്ലെങ്കിൽ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. ഇനി നിങ്ങൾക്ക് കോഴ്സിൻ്റെ സാമ്പിൾ നോട്ടുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ, സാമ്പിൾ ക്ലാസ്സുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ LSGSൻ്റെ കോഴ്സ് നമ്മുടെ KS റാങ്കറിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൽ ഫ്രീ മെറ്റീരിയൽസും ഫ്രീ കണ്ടൻറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അവിടെ ഫ്രീ കണ്ടൻറ്റുകളും നോട്ടുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാം. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 2 വർഷത്തെ വാലിഡിറ്റിയുടെ കേസ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ എക്സാമിനേഷൻ കഴിയുന്നുണ്ടായിരിക്കും. ഇനി 2 വർഷത്തെ വാലിഡിറ്റി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നിങ്ങളുടെ കോഴ്സിൻ്റെത് എൻഡ് ചെയ്യും. അങ്ങനെയല്ല, നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ കഴിയുന്നത് വരെ എന്നുള്ള അർത്ഥം കൂടെ അതിനുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന 2 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. സപ്പോസിഡ്ലി ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാലിഡിറ്റി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ മാക്സിമം 2 വർഷം എന്നുള്ള രൂപത്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലാപ്ടോപ്പിലൊക്കെയാണ് ക്ലാസ്സുകൾ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെബ്സൈറ്റ് ലിങ്ക് അല്ലെങ്കിൽ ക്ലാസ് ലിങ്ക് ഇൻ വെബ്സൈറ്റ് എന്നുള്ള രൂപത്തിലേക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് അയച്ചാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അത് വെബ്സൈറ്റ് ലിങ്കിൽ അല്ലെങ്കിൽ ത്രൂ വെബ്സൈറ്റ് നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ്സുകൾ കോഴ്സൊക്കെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് കോഴ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ KS റാങ്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾക്കുള്ള ഒരു ഓഫർ പ്രൈസ് ആയിട്ടാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു LSGSൻ്റെ കംപ്ലീറ്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പം LSGSനെ വളരെ സീരിയസ് ആയിട്ട് നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. So thank you everyone, all the best, and see you everyone in the class.